ഇവിടെ ശ്രീ വസന്ത് സിറിയക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം BJP അയ്യപ്പ ജ്യോതി നടത്തിയപ്പോൾ അത് കോൺഗ്രസിന്റെയും CPM-ന്റെയും രണ്ട് കൂട്ടരുടെയും ശബരിമല കൊള്ളയ്ക്കെതിരെ എന്ന് പറഞ്ഞാണ് നടത്തിയത്. ഇന്നിപ്പോ MP രാജേഷ് രാവിലെ പറഞ്ഞത് പഴയതുപോലെ UDF-ന് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടൊന്നും പാടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരൽ നിങ്ങൾക്ക് നേരെയും ചൂണ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അന്തരീക്ഷത്തിൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് പറയുന്നു അതിൽ? ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. ഞങ്ങൾ ഇപ്പോഴും പാടും പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ. കാരണം അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ പാട്ടിന്റെ വരി പൂർത്തിയാവില്ല. പറയാം, സോണിയാഗാന്ധി എന്ന് കൂടെ പറഞ്ഞാലേ പാട്ടിന്റെ വരി പൂർത്തിയാവുള്ളൂ. ഓക്കെ, ശ്രീ സുരേഷ് കുമാർ, സുരേഷ് കുമാർ, ഞാൻ ഇടപെട്ടത് അങ്ങ് സോണിയാഗാന്ധി പറഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ ആ റേപ്പ് ഗാനം ഉണ്ടല്ലോ ഇപ്പൊ പുറത്തിറങ്ങിയ റാപ്പല്ല റേപ്പ് ഗാനം, അതുകൂടെ പാടണം. സുരേഷ് കുമാർ അങ്ങ് പാടൂ, ആ മുകേഷിനെ കൊണ്ട് പാടിപ്പിക്കൂ. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുന്നെങ്കിലുണ്ടല്ലോ അതിന്റെ കമ്പോസിംഗ് ചുമതല മുകേഷിനെ ഏൽപ്പിച്ചാൽ മതി. അതിന്റെ വരി എഴുതാൻ നിങ്ങളുണ്ടല്ലോ മറ്റേ PK ശശി ഏൽപ്പിക്കണം. എന്നിട്ട് പാടാൻ P ശശിയെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിയന്ത്രിക്കാൻ വേണ്ടി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഗുരുദാസനെ കൂടെ ഏൽപ്പിച്ചാൽ മതി. ഗുരുദാസനെ കൂടി. എന്നിട്ട് മൂന്നാറിൽ പോയി ആ പാട്ടിന്റെ പ്രചരണം ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ തോമസ് ഐസക്കിനെ ഏൽപ്പിക്കും. മനോഹരമായി മുല്ലപ്പള്ളി സുരേഷ് കുമാർ ഉത്തരം പറയാം, രണ്ടുപേർക്കും ഉത്തരം പറയാം. അങ്ങ് വഴങ്ങും. PM സുധീരനെയോ മുല്ലപ്പള്ളി K സുധാകരനെയോ ഒക്കെ കൊണ്ട് പാടിപ്പിച്ചാൽ തർക്കം വേണ്ട. വിഷയത്തിലേക്ക് വരും. അല്ലല്ല, മുല്ലപ്പള്ളിയും K സുധാകരനും ഒക്കെ ഏത് കേസിലാണ് പ്രതി ചേർക്കപ്പെട്ടത്? ഞാൻ പറഞ്ഞ മുകേഷ് P ശശിയും അടക്കമുള്ളവർ CBI കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ്. എന്താ സംശയം? P ശശി, PK ശശി, ഗുരുദാസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ അല്ല പാടിപ്പിക്കുന്നേ. അല്ല, ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അല്ല, ഞാൻ പറഞ്ഞത് പാടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പാടിപ്പിക്കൂ. അങ്ങേക്ക് റേപ്പ് സോങ് പാടിപ്പിക്കണമെങ്കിൽ അങ്ങ് പാടിപ്പിക്കും. ഇലക്ഷൻ പാർട്ടിയാണ് ഇന്ത്യൻ അല്ല, അങ്ങാണ് ആ വാക്ക് ഉപയോഗിച്ചത്, അങ്ങാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുന്നെങ്കിൽ സകലകലാ വല്ലഭന്മാരായ 1 ഡസൻ ഗായകർ, 1 ഡസൻ കലാകാരന്മാർ നിങ്ങളുടെ പക്ഷത്തുണ്ടല്ലേ? ഞങ്ങളുടെ പക്ഷത്ത് ഒരാളല്ലേ ഉള്ളൂ. നിങ്ങളുടെ പക്ഷത്ത് 1 ഡസൻ കലാകാരന്മാരുണ്ട്. അങ്ങയുടെ ആഗ്രഹമെങ്കിൽ പോലുമില്ലാത്ത ആളുകളുടെ പേരുകൾ വലിച്ചഴിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. വിഷയത്തിലേക്ക് ആരാണെന്നുള്ളത് മനസ്സിലായില്ലേ? ശരി, വസന്ത് വിഷയത്തിലേക്ക് സുരേഷ് കുമാറിനോട് പറയൂ. ഞാൻ അങ്ങയുടെ അവസരത്തിൽ സംസാരിക്കാൻ അല്ല, ഇത് താങ്കൾ വിഷയത്തിലേക്ക് വരും. കാണുന്നവർക്ക് ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇടപെട്ടത് അങ്ങ് സോണിയാഗാന്ധി അധിക്ഷേപിച്ചപ്പോഴാണ്. പക്ഷെ അങ്ങ് ഇടപെടുന്നത് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പാണ്. ഒരു പരിണതപ്രജ്ഞനായ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമായിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ ഇത്രമാത്രം കൈവിട്ട് ഈ ചർച്ചയിൽ സംസാരിക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഇത്ര ഇനി സുരേഷ് കുമാർ BJP പ്രതിനിധിക്ക് ഉത്തരവുണ്ട്. ഒന്ന്, സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ പറയട്ടെ. ശരി, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇനി ശ്രീ സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ട് ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ 1-ാം നമ്പർ കമ്മ്യൂണിസ്റ്റ് കോമ്രേഡ് MA ബേബി. ആരാ കോമ്രേഡ് MA ബേബി? കോമ്രേഡ് MA ബേബി വളരെ കൃത്യമായി അങ്ങനെ ഒരു സാധ്യതയില്ലെന്നും ഞങ്ങൾ അങ്ങനെയൊന്നും ഒരു ടേക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങ് MA ബേബിയേക്കാൾ വലിയ ദൈവമായി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം തരുന്ന P ശശിയുമാണ് കാണുന്നതെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പൊക്കോളൂ. സോണിയാഗാന്ധിക്കെതിരായി ഒരു ആരോപണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹാബ് പിണറായി വിജയനാണെങ്കിൽ ആ കൂടെ പൊക്കോളൂ. കാണുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ചു.
അങ്ങ് പറഞ്ഞു നിങ്ങൾ ഞാൻ മല്ലികാർജ്ജുന ചർച്ചയിൽ ഖാർഗെയും ഇടപെടുന്ന സോണിയാ ഒരാളാണ് ഗാന്ധിയെയും എന്ന് അങ്ങ് രാഹുൽ പറഞ്ഞു. ഗാന്ധിയെയും പ്രിയങ്ക പക്ഷേ ഈ ചർച്ചയുടെ ഗാന്ധിയെയും ബഹുഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെയും എന്റെ അവസരത്തിൽ കയറി ശരി 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 സമയങ്ങളെയല്ലേ സമയങ്ങളെയല്ലേ അതേ ആർക്കും കേൾക്കില്ലല്ലോ. അല്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഇടപെട്ടാൽ ഞാനും ഇടപെടും. മനസ്സിലായില്ലേ? അല്ല സുരേഷ് കുമാർ, ഞാൻ അങ്ങേക്ക് അവസരം തരാം. ഇനി സമയമുണ്ട്. ഇപ്പോ വസന്ത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇപ്പൊ വസന്ത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അടുത്ത അവസരം താങ്കൾക്ക് തരാം. ഒരാൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇടപെടുന്ന രീതി ശരി, അത് കഴിഞ്ഞല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞു, അപ്പോൾ ഇടപെട്ടു, ഞാനത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അദ്ദേഹം പറഞ്ഞ് കൺക്ലൂഡിയട്ടെ, താങ്കൾക്ക് ഞാൻ അവസരം തരാം. കൺക്ലൂഡിയട്ടെ, ഞാൻ താങ്കൾക്ക് അവസരം തരാം. എന്തെങ്കിലും പറയാമെങ്കിൽ വസ്തു പെട്ടെന്ന് എനിക്ക് ഇടവേള എടുക്കണം. സുരേഷ് കുമാർ ഫ്ലോറിൽ വന്നിരിക്കുന്നത് ശ്രീ സുരേഷ് കുമാർ അങ്ങനെയാണ് ഇടപെട്ടത്. ഞാൻ ഇടപെട്ടത് സോണിയാഗാന്ധി അധിക്ഷേപിച്ചപ്പോഴാണ്. 2 പോയിന്റുകൾ. ഒന്ന്, സഖാവ് എം എ ബേബി ആദ്യം ഇടപെട്ടത് ആരാണെന്ന് അഭിലാഷ് പറയട്ടെ. അല്ല, അത് കഴിഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ സാധിച്ചിട്ടില്ല. പാർട്ടി നേതാക്കന്മാരെ ദൈവമായി കാണുന്നത്. ശരി ശരി ശരി, ഇടവേള എടുക്കാനുള്ള സമയമായി. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇടവേള